ഹലോ, ന്യൂ ഇയർ ആയിട്ട് എന്താണ് പരിപാടി? ഇതേ രാവിലെ ഞാൻ മോർണിംഗ് ഇതേ ചായക്കുള്ള പ്രിപ്പറേഷനാണ്. അതിനായിട്ട് ഇതേ വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് തേയിലപ്പൊടി ഇട്ട് ചായ ഒന്ന് റെഡിയാക്കി എടുക്കാവേ. എല്ലാവരും രാവിലെ ചായ കുടിക്കാറുണ്ടോ? കുടിക്കുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്ക് ഈ ചായ എന്ന് പറഞ്ഞാൽ രാവിലെ കുടിച്ചില്ലെങ്കിൽ ഒരു എനർജി കിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ എല്ലാ ദിവസവും ചായ പ്രിപ്പയർ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മുടെ ചായയൊക്കെ ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നത് കടലക്കറിയും വെള്ളയപ്പമാണ് കേട്ടോ. അതിനായിട്ട് തലേ ദിവസം തന്നെ കടല സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് തട്ടിക്കൂട്ട് കടലക്കറിയാണ് കേട്ടോ. ഞാൻ ഇതിലേക്ക് ഒരു സവാള ഒന്ന് നുറുക്കിയതും കുറച്ച് തേങ്ങാക്കൊത്തും ആവശ്യത്തിനുള്ള ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി, പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, ഇത്രയും പൊടികളാണ് കേട്ടോ ആഡ് ചെയ്തത്. അതിനുശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുക്കർ മൂടി വെച്ച് ഏകദേശം 4 അല്ലെങ്കിൽ 5 വിസിൽ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ ടേസ്റ്റി ആൻഡ് സിമ്പിളായിട്ടുള്ള കടലക്കറി റെഡിയായി കിട്ടും കേട്ടോ. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ. തലേ ദിവസം തന്നെ അപ്പത്തിനുള്ള മാവെല്ലാം അരച്ചൊഴിച്ചതുകൊണ്ട് രാവിലെ എളുപ്പമായിരുന്നു കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് സോഡാപ്പൊടിയും കൂടി ആഡ് ചെയ്ത് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ആഡ് ചെയ്തതിന് ശേഷം ലോ കൺസിസ്റ്റൻസിയിലാക്കിയതിന് ശേഷം നമുക്ക് അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ചൂടോടെ ചുട്ടെടുക്കാവേ. അപ്പം നമ്മുടെ മാവിൻ്റെ കൺസിസ്റ്റൻസിയൊക്കെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഈ വെള്ളയപ്പത്തിൻ്റെ റെസിപ്പി വേണ്ടവർ അതുകൂടി ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. നല്ല സോഫ്റ്റായിട്ടുള്ള വെള്ളയപ്പത്തിൻ്റെ റെസിപ്പി ആട്ടോ. സൈഡൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കത് മാറ്റിയെടുക്കാവേ. കണ്ടോ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെള്ളയപ്പമാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി വേണ്ടവർ പറയണേ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇതേപോലെയുള്ള നല്ല നല്ല വീഡിയോസും റെസിപ്പീസൊക്കെ ആയിട്ട് ഇനിയും കാണാം കേട്ടോ. അതുവരേക്കും ബൈ.